സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ ഒളിയിടങ്ങളിൽ നിന്ന് ഇസ്രായേലിന് തിരികെ കിട്ടാനുണ്ടായിരുന്ന മൃതദേഹങ്ങളിൽ ഒരെണ്ണവും കൂടി തിരികെ കിട്ടിയതായി വാർത്തകൾ വരുന്നുണ്ട്. തിരികെ കിട്ടിയ മൃതദേഹം ദ്രോർ ഓർ എന്ന് പറയുന്ന ആളുടേതാണ്. അദ്ദേഹം 48 വയസ്സുള്ള ആളായിരുന്നു. ഇസ്രായേലിലെ ഒരു കിബൂട്ട്സിൽ നിന്ന്, ഗാസയോട് ചേർന്ന് കിടക്കുന്ന ഒരു കിബൂട്ട്സിൽ നിന്ന് ഒക്ടോബർ 2023 ഹമാസ് ഇസ്രായേൽ കടന്നു കയറി ആക്രമണങ്ങൾ കാട്ടുന്നതിനിടെ കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരിച്ചു നൽകുന്നതോടെ ഇനി 2 മൃതദേഹങ്ങൾ കൂടി ഹമാസിൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഒരെണ്ണം 24 വയസ്സുള്ള ഒരു ഇസ്രായേൽ പൗരൻ്റേതാണ്, മറ്റൊന്ന് 43 വയസ്സുള്ള ഒരു തായ്ലൻഡ് പൗരൻ്റേതാണ്. ഈ ദ്രോർ ഓർ എന്ന് വിളിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അന്ന് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മൃതദേഹങ്ങൾ ഇവർ വഹിച്ചുകൊണ്ടുപോയി. കൂടാതെ 2 കുട്ടികളെ അവർ ജീവനോടെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ കുട്ടികളെ 2023 തന്നെ സേനാക്രമണം തുടങ്ങി ആദ്യത്തെ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കുട്ടികളെ അവർ തിരികെ നൽകിയിരുന്നു. ബാക്കി ഇദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഈ ട്രൂസിൻ്റെ, ഈ വെടിനിർത്തലിൻ്റെ 1ാമത്തെ സ്റ്റേജ് തീരണമെങ്കിൽ ഈ 2 മൃതദേഹങ്ങൾ കൂടി നൽകണം. അപ്പോൾ ഇവർ ഈ 3 മൃതദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവസാനം നൽകാനുണ്ടായിരുന്ന 3 മൃതദേഹങ്ങളാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല, അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുന്ന പ്രശ്നമില്ല, അതുണ്ടാവില്ല എന്നൊരു നിലപാടായിരുന്നു ഹമാസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇത് ഇസ്ലാമിക് ജിഹാദ് ഓഫ് പാലസ്റ്റീൻ എന്ന് പറയുന്ന സംഘടനയുടെ കൺട്രോളിലുള്ള തുരങ്കത്തിൽ ഈ സംഗതി ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ കിട്ടിയെന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ കൃത്യമായി പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ എല്ലാ മൃതദേഹങ്ങളുമുണ്ട്, ഇനിയുള്ള ബാക്കിയുള്ള 2 കൂടിയുണ്ട്. അവരത് വെച്ച് താമസിപ്പിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത സ്റ്റേജിൽ സംഭവിക്കേണ്ടത് ഹമാസിന്റെ നിരായുധീകരണം എന്ന് പറയുന്ന സംഗതിയാണ്. ഗാസയുടെ നിയന്ത്രണമുള്ള ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി ഇസ്രായേലിന്റെ പിന്മാറ്റവുമാണ്. അപ്പൊ ഇസ്രായേലിന്റെ പിന്മാറ്റത്തെക്കാൾ ഹമാസിനെ വേദനിപ്പിക്കുന്നത് അവർ നിരായുധീകരിക്കപ്പെടണം, ഗാസയിൽ അവർക്ക് നിയന്ത്രണമില്ലാത്തൊരു ഭരണം വരുന്നു. ഈ കാര്യങ്ങൾ ഹമാസിനെ സംബന്ധിച്ച് മറ്റെന്തിനെ കഴിഞ്ഞും അവരെ ബുദ്ധിമുട്ടിക്കുന്ന സംഗതിയാണ്. ഇസ്രായേൽ അവിടെ നിന്നാലും തിരക്കേടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറല്ല, ഗാസയിലെ ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന തങ്ങളുടെ ആ സ്വാതന്ത്ര്യം അത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല എന്നുള്ളതാണ് ഹമാസിന്റെ നിലപാടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകണമെങ്കിൽ ഈ 2 മൃതദേഹങ്ങൾ കൂടി നൽകിയാൽ മാത്രമേ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അത് നൽകിയാൽ തന്നെ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നുള്ളത് ഇസ്രായേൽ നിരന്തരമായി ഗാസയിലേക്ക് നടത്തുന്ന വെടിവയ്പ്പിനും അതിന് പ്രേരകമാകുന്ന ഇസ്രായേലിന് നേരെയുള്ള ഹമാസിന്റെ ആക്രമണങ്ങളും നൽകുന്നത് ഈ വെടിനിർത്തൽ കരാർ വളരെ ഫ്രാജൈലാണ് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഗൗരവമായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും 2 ഭാഗത്തേക്കും വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വാർത്തകൾ. അവിടുത്തെ വാർത്തകളൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ലഭിക്കില്ല, കാരണം അവിടെ പത്രക്കാർക്ക് പോയിട്ട് എപ്പോഴും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കണക്കെടുക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഒരു BBC പോലുള്ള മാധ്യമങ്ങളുടെ ഒരു ഊഹം ആയിട്ട് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഓരോ ദിവസവും വെടിനിർത്തൽ ലംഘനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് വേറെ രസകരമായ ഒരു കാര്യം, ഇസ്രായേലിലെ പട്ടാളത്തിന്റെ മേലധികാരികൾ പലരും ഉപയോഗിക്കുന്ന ചൈനീസ് കാറുകളാണ്. അപ്പൊ ഔദ്യോഗികമായി തന്നെ ബാൻ വന്നിരിക്കുകയാണ്. ചൈനീസ് കാറുകളൊന്നും ഇസ്രായേൽ മിലിറ്ററിയുടെ ടോപ്പ് പൊസിഷനിലേക്ക് നാളെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് ഡിവൈസുകളും ചാരപ്രവർത്തനത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉപകരണങ്ങളാണ് എന്നാണ് ഇസ്രായേൽ അതോറിറ്റീസ് പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ക്യാമറകളടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ഇസ്രായേൽ പട്ടാള മേധാവികളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും അവരുടെ ഡെയിലി മൂവ്മെന്റ്സ്, റൊട്ടീൻസ് കണ്ടുപിടിക്കാനും അങ്ങനെ പട്ടാളത്തിന്റെ പല പല ആക്ടിവിറ്റീസും ട്രാക്ക് ചെയ്യാനും സാധിക്കും എന്നതുകൊണ്ട് ഇസ്രായേൽ പട്ടാളത്തിന് ചൈനീസ് കാറുകൾ, BYD ഒക്കെയാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ പട്ടാളത്തിൽ പട്ടാള ഓഫീസർമാർ ഉപയോഗിക്കുന്ന കാറുകൾ. ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് പട്ടാള ഓഫീസർമാർക്ക് സ്വന്തമായി പ്രൈവറ്റ് കാറുകൾ ഉപയോഗിക്കാൻ അനുവാദമില്ല. സ്വന്തമായിട്ട് പ്രൈവറ്റ് കാറുകൾ വാങ്ങാനോ ഉപയോഗിക്കാനോ ഇസ്രായേലിലെ ഹയർ മിലിറ്ററി ഓഫീഷ്യൽസിന് അധികാരമില്ല. അവർക്ക് സ്റ്റേറ്റ് നൽകുന്ന വാഹനം മാത്രമേ അവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ സ്റ്റേറ്റ് നൽകുന്ന വാഹനം ഓരോ റാങ്കിൽപ്പെട്ടവർക്ക് ഓരോ തരത്തിലുള്ള വാഹനമാണ്. അപ്പം കുറച്ച് മേലോട്ട് പോകുന്നവർ വളരെ നല്ല ടൈപ്പ് വാഹനങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ ചൈനീസ് കാറുകളാണ് പൊതുവെ വില കുറഞ്ഞ വാഹനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ ചൈനീസ് കാറുകൾ വാങ്ങി ഇവർക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം ഇനി മുതൽ ആരും ചൈനീസ് കാറുകൾ ഉപയോഗിക്കേണ്ടതില്ല. കൊടുത്ത ചൈനീസ് കാറുകളെല്ലാം പിൻവലിക്കുന്നു. പകരം യൂറോപ്യൻ കാറുകളോ, ഇസ്രായേൽ കാർ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള രാജ്യമെല്ലാം നമുക്കറിയാം. ഇപ്പൊ യൂറോപ്പിൽ നിർമ്മിക്കുന്ന
അല്ലെങ്കിൽ ജപ്പാനിൽ നിർമ്മിക്കുന്ന, ചൈനയിൽ നിർമ്മിക്കുന്ന, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒക്കെ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളിൽ യൂറോപ്യൻ വാഹനങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം എന്നുള്ളതാണ് പുതിയ ധാരണ എന്ന് മനസ്സിലാവുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ, സൗദിയിലെ ക്രൗൺ പ്രിൻസ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയുടെ നിർബന്ധമുണ്ടായിട്ടും അബ്രഹാം അക്കോർഡ്സിൽ അദ്ദേഹം ഒപ്പിട്ടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാന നിമിഷ പ്രഷറിന് പോലും അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം പറയുന്നത് പാലസ്റ്റീനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിലുള്ള പാലസ്റ്റീൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ജെറുസലേം തലസ്ഥാനമായിട്ടുണ്ട്. പാലസ്റ്റീൻ 1967 യുദ്ധത്തില് എവിടെയായിരുന്നു സ്റ്റാറ്റസ് കോ ഉണ്ടായിരുന്നത്, ആ സ്റ്റാറ്റസ് കോ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കണം. ആ സ്റ്റാറ്റസ് കോ അനുസരിച്ച് ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രായേല് പിന്നെ ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഒക്കെ 67 വാറിൽ പിടിച്ചെടുത്തിരുന്നു. എങ്കിലും അതിൽ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലം തിരിച്ചു കൊടുത്തു, ഈസ്റ്റ് ജെറുസലേം ഇസ്രായേൽ കയ്യിൽ വെച്ചു. അപ്പൊ 48 തന്നെ ഉണ്ടായ യുദ്ധത്തിൽ അത് ജെറുസലേം വിഭജിക്കപ്പെട്ടതാണ്. 48 തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ആ യുദ്ധത്തിന്റെ ഭാഗമായി ജെറുസലേമിന്റെ പടിഞ്ഞാറൻ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. അതിന്റെ കിഴക്കൻ ഭാഗമാണ് അന്ന് റിട്ടേൺ ചെയ്യാൻ ജോർദാന് സാധിച്ചിരുന്നത്. അത് 67 വാറിൽ അവരത് പിടിച്ചെടുത്തു. അപ്പൊ 67 വാറിലെ ബോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇവര് 67 വാറിന്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നതിനകത്ത് സാങ്കത്യമില്ല. വാസ്തവത്തില് 67 വാറിന് ശേഷം ഇസ്രായേൽ കുറെ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തു. അപ്പൊ വിട്ടുകൊടുത്തിട്ട് ഈസ്റ്റ് ജെറുസലേം ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈസ്റ്റ് ജെറുസലേം ഇസ്രായേലിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ട് അമേരിക്ക അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പം ജെറുസലേം ആസ് എ ഹോൾ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ എന്നുള്ളതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ നിലപാട്. ഇപ്പൊ സൽമാൻ രാജാവ് ഇപ്പോൾ മുൻപോട്ട് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞാൽ സൽമാൻ രാജാവിന്റെ മകനാണ് അദ്ദേഹം. സൽമാൻ രാജാവ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്, വയസ്സനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹമല്ല ആക്ട് ചെയ്യുന്നത്. ദ ആക്ടിംഗ് കിങ് ഈസ് മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്ന് പറയുന്ന അദ്ദേഹം. അങ്ങനെ പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയൻ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ജനങ്ങളുടെ വലിയ സ്വപ്നമാണ്. അപ്പൊ അതുകൊണ്ട് അത് വിട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ അബ്രഹാം അക്കോർഡ്സിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ അതിന്റെ റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഒപ്പിടേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അബ്രഹാം അക്കോർഡ്സിൽ സൗദി അറേബ്യനെ ആവശ്യമില്ല എന്നുള്ള നിലപാട് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്മൂത്ത് ആവുന്നതിന്റെ ഭാഗമായി അബ്രഹാം അക്കോർഡ്സിൽ സൗദി അറേബ്യ ഒന്നാമതായി ഉണ്ടാവണം എന്നുള്ളതാണ് അമേരിക്കൻ താല്പര്യം. മറ്റ് കുറച്ച് അറബ് രാജ്യങ്ങൾ അബ്രഹാം അക്കോർഡ്സിൽ ചേർന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതില് മുഹമ്മദ് ബിൻ സൽമാൻ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അപ്പൻ ജീവനോടുള്ളത് കൊണ്ട്, ഈ സൽമാൻ രാജാവ് എന്ന് പറയുന്ന ആൾ ജീവനോടുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്രയധികം റിലക്റ്റന്റ് ആവുന്നത് എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ കരാറിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം ഇത്രയധികം കടുംപിടുത്തം പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള സൽമാൻ രാജാവ് ജീവനോടെ ഉള്ളത് കൊണ്ടാണ് എന്നാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അബ്രഹാം അക്കോർഡ്സിലേക്ക് സൗദി അറേബ്യ ഉടനെ ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ 6 വർഷത്തിന് ശേഷമുള്ള അമേരിക്കൻ പര്യടനം അവസാനിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിലാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും അവരുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ജനറൽ ഇയാൽ സമീറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പത്രങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രധാനമായിട്ടും ഈ ഒക്ടോബർ 7, 2023 അവിടെ ഹമാസ് കടന്നു കയറിയ സാഹചര്യത്തിൽ പട്ടാളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്നുള്ളതാണ് ജനറൽ ഇയാൻ സമീറിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ പട്ടാളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്ന ഓഫീസർമാർക്ക് പ്രൊമോഷൻസ് നൽകരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കൂടാതെ ചിലരുടെ നേരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന നിലപാടും അദ്ദേഹത്തിനുണ്ട്. ഇസ്രായേൽ കാട്സിനെ സംബന്ധിച്ച് അദ്ദേഹം ആ നിലപാടിനോട് എതിരാണ്. അപ്പൊ അതില് അന്ന് ശിക്ഷാ നടപടികൾക്ക് വിധേയരായ പലരെയും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ കാട്സിനുള്ളത്. ഇത് ഒരു പബ്ലിക് സ്പാറ്റായി ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു പത്രക്കാരുടെ മുമ്പിൽ തന്നെയുള്ള ഇവരുടെ അഭിപ്രായ വ്യത്യാസ പ്രകടനങ്ങൾ നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ കാട്സിന് അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗദയോൻ സാറിനെ പ്രതിരോധ മന്ത്രിയാക്കി, വിദേശകാര്യമന്ത്രിയായ ഗദയോൻ സാറിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് പത്രങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം ഇത് ഇസ്രായേലിന്റെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ്സിനെ തന്നെ അവതാളത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ തർക്കം മാറുന്നുണ്ട്. കാരണം പല എലിവേറ്റഡ് പോസ്റ്റുകളിലേക്കും ആളുകളെ നിയമിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഈ ഇയാർ സമീർ ആളുകളെ പ്രപ്പോസ് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ സിഗ്നേച്ചർ നൽകേണ്ട ഇസ്രായേൽ കാട്സ് അത് ചെയ്യുന്നില്ല. ഇസ്രായേൽ കാട്സ് ആസച്ച് അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യാൻ അധികാരമില്ല, പക്ഷെ അദ്ദേഹം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ആളുകളെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
അത് ഒരിക്കലും മിലിറ്ററിയിൽ നടപ്പുള്ള പരിപാടിയല്ല. മിലിറ്ററി സർക്കിൾസിലൂടെ തന്നെ പ്രപ്പോസൽ വരണം. മിനിസ്ട്രി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്ന അവസാന സിഗ്നേച്ചറിൽ മാത്രമാണ്. അത് പ്രൊമോഷന്റെ സമയത്ത് ഇനിയാളൊന്നും ചെവിക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പോപ്പ് ലിയോ തുർക്കി സന്ദർശനം നടത്താൻ പോവുകയാണ്. തുർക്കിയിലും ലെബനോണിലുമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനമുള്ളത്. അപ്പം ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോപ്പ് ലിയോയിൽ നിന്നുണ്ടാവുന്ന ഈ ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചുള്ള അട്ടറൻസസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തായിരിക്കും എന്നുള്ളതിന് വാസ്തവത്തിൽ ലോകം വളരെ ശ്രദ്ധയോടെ കാത്തോർത്തിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന് പോപ്പ് ലിയോയ്ക്ക് ഇതിലുള്ള നിലപാടുകൾ എന്താണെന്ന് ഇതുവരെ അത്രത്തോളം വ്യക്തമായിട്ടില്ല. അപ്പോൾ ഫ്രാൻസിസിന്റെ നിലപാടുകളെ സംബന്ധിച്ച് കത്തോലിക്ക സഭയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു തിയറട്ടിക്കൽ ബേസിസിൽ നോക്കുമ്പോൾ യേശു സ്നേഹം മാത്രം പ്രസംഗിച്ച ആളാണ്, ദൈവപുത്രനാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ യുദ്ധങ്ങളെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ ഒരു ക്രൈസ്തവന് സാധിക്കില്ല. നേരെ മറിച്ച് ജ്യൂസ് എന്ന് പറയുമ്പം അവര് യഹോവയുടെ നിയമം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് ഗാസയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ദൈവിക നിയമത്തിനനുസരിച്ച് തന്നെയാണ് അവരോട് ചെയ്തത് അവർ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നേരെ മറിച്ച് ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു കാരണത്തടിച്ചാൽ മറു കാരണത്തെ കാണിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പം ആ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് പലപ്പോഴും ഗാസയോട് കനിവ് കാട്ടണം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രസ്ഥാനം ഉള്ളതിനുണ്ട്. നേരെ മറിച്ച് പോപ്പ് ലിയോ വന്ന ശേഷം രണ്ടു ഭാഗത്തും നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇതുവരെ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ടർക്കിയിലും ലബനോണിലും ഒക്കെ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഇസ്രായേലിനെ വിമർശിക്കുന്ന രാജ്യങ്ങൾ. ടർക്കി ആണെങ്കിൽ ഇസ്രായേലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിമർശകനാണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ പര്യടനം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോപ്പ് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വസ്തുത അദ്ദേഹത്തിന്റെ അവിടുത്തെ പര്യടനത്തിന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. അവിടെ വിഘടിച്ചു നിൽക്കുന്ന സഭകളെ പലതായിട്ടുള്ള എക്യുമെനിക്കൽ ചർച്ചയൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. 3 ദിവസം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിന് സംബന്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചും പോപ്പുമാരുടെ പ്രതികരണം ക്രിസ്ത്യാനികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നൊരു വിമർശനം എപ്പോഴും എല്ലായിടത്തും കേൾക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും പോപ്പ് ഫ്രാൻസിസ് നൈജീരിയയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, സുഡാനിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം തീരെ നടത്തുന്നില്ല എന്നും, നേരെ മറിച്ച് ഗാസയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആവശ്യത്തിലധികം വരുന്നു എന്നും അഭിപ്രായമുള്ള ഒരുപാട് അധികം ആളുകൾ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പൊ യേശുവിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളായ ഒന്നായ പന്നിയുടെ മുൻപിൽ മുത്ത് വിതറരുത്, അല്ലെങ്കിൽ സമാധാനം എന്താണെന്ന് മനസ്സിലാവാത്ത ഒരാളുടെ മുൻപിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചോദ്യചിഹ്നമായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ലെബനോണിലാണെങ്കിലും ഇസ്രായേലിടെ ഇടയ്ക്കിടെ കയറി ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു എന്നുള്ളത് ലെബനോൺ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർക്ക് പരാതിയുള്ള ഒരു സംഗതിയാണ്. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാർപ്പാപ്പയുടെ നേരെ വരും. അപ്പൊ മാർപ്പാപ്പ എന്ത് പ്രതികരണമാണ് ഇതിനെക്കുറിച്ച് നടത്തുന്നത് എന്ന് ലോകം വളരെ ഉത്കണ്ഠയോടെ നോക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കൂടാതെ തുർക്കി ഇസ്രായേലിന്റെ വലിയൊരു വിമർശകനായിരിക്കുമ്പോഴും കത്തോലിക്ക ലോകം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവിടെ വെച്ചും പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ നടത്തുന്ന പ്രതികരണങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ലോക മാധ്യമങ്ങളും ലോകത്തെ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ മാർപ്പാപ്പയും തീർച്ചയായിട്ടും അൺഅവെയറൊന്നുമല്ല. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കരുതലോടെ സംസാരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിശ്ചയമായും ഇസ്രായേലിന് നീതി കിട്ടേണ്ടതുണ്ട്. ഒക്ടോബർ 7, 2023 എന്നുള്ളത് മറക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത് മറക്കാനോ പൊറുക്കാനോ ശ്രമിച്ചാൽ നിശ്ചയമായും വീണ്ടും അത് ആവർത്തിക്കപ്പെടും. കാരണം ഈ ഹാമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒന്നും എത്ര തിരിച്ചടി കിട്ടിയിട്ടും അവര് കീഴടങ്ങാൻ തയ്യാറാവുകയോ ആയുധം വയ്ക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത സംഘടനകളാണ്. അവർ വീണ്ടും ബിൽഡപ്പ് ചെയ്ത് ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ അത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ പന്നിയുടെ മുൻപിലെ മുത്ത് വിതറുന്നത് പോലെ തന്നെയാണ് ഇവരോട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നാണ് ക്രിസ്ത്യാനികളുടെ ബഹുഭൂരിഭാഗത്തിനുള്ള ബോധ്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാർപ്പാപ്പയുടെ പ്രതികരണം നിശ്ചയമായും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്.